വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 22, 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. പുനരുത്ഥാനത്തെക്കുറിച്ച്. പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന സദുക്കായർ അന്നു തന്നെ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം ചെയ്തു. സന്താനമില്ലാതെ ഭാര്യയെ സഹോദരന് വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു. ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും, അങ്ങനെ 7-ാമൻ വരെയും. അവസാനം ആ സ്ത്രീയും മരിച്ചു. അതിനാൽ പുനരുത്ഥാനത്തിൽ അവൾ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെയായിരിക്കും. ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെ പറ്റി ആശ്ചര്യപ്പെട്ടു. പരിഹസിക്കുന്നവരോടുള്ള യേശുവിന്റെ ശാസ്ത്രീയമായ സമീപനം. മനുഷ്യന്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള യേശുവിന്റെ പഠനം തീർത്തും ബാലിശവും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സദുക്കായരുടെ ഒരു സംഘം യേശുവിനെ ഒരിക്കൽ കെട്ടിച്ചമച്ച ഒരു കഥയുമായിട്ട് സമീപിക്കുകയാണ്. അവർ യേശുവിനോട് പറയുന്നു, ഒരിക്കൽ ഒരു വീട്ടിൽ 7 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ നാട്ടുനടപ്പനുസരിച്ച് മൂത്തവൻ വിവാഹിതനായി. മക്കൾ ജനിക്കാതെ അയാൾ മരിക്കാനിടവരുന്നു. മൂശയുടെ നിയമവും നാട്ടുനടപ്പും അനുസരിച്ച് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ താഴെയുള്ളവൻ മൂത്തവന്റെ ഭാര്യയെ വിവാഹം കഴിക്കണം. അതനുസരിച്ച് രണ്ടാമനും മൂന്നാമനും നാലാമനും അങ്ങനെ 7-ാമൻ വരെ ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ആർക്കും മക്കളില്ല. 7 ആൺമക്കളും മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. സദുക്കായർ തുടർന്ന് യേശുവിനോട് ചോദിക്കുന്നു, താങ്കൾ പഠിപ്പിക്കുന്ന പുനരുത്ഥാനം സത്യമാണ് എന്ന് വരികയും ആ പുനരുത്ഥാന സമയത്ത് ഇവരെല്ലാവരും വീണ്ടും ജനിക്കും. അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിട്ട് അംഗീകരിക്കപ്പെടും? ഇതായിരുന്നു അവരുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ മോശയുടെ നിയമമനുസരിച്ച് യഹൂദന്മാർക്ക് ബഹുഭർതൃത്വം അനുവദനീയമല്ല. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ ഈ ചോദ്യം. ഇവൾ 7 പേരുടെയും ഭാര്യയായിരുന്നു. അങ്ങനെ യഹൂദന്മാർക്ക് അനുവദനീയമല്ല. ഒരാളുടെ ഭാര്യയാണെങ്കിൽ സത്യത്തിന് നിരക്കുന്നതുമല്ല. ഇതായിരുന്നു ആ ചോദ്യത്തിന്റെ റീഡിംഗ്. യേശു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവശാസ്ത്രപരമായും വേദപുസ്തക അടിസ്ഥാനത്തിലും അവർക്ക് ഉത്തരം നൽകുന്നതായിട്ടാണ് നാം കാണുക. ദൈവശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള യേശുവിന്റെ ഉത്തരമനുസരിച്ച് മനുഷ്യന്റെ എല്ലാ റോളുകളും തന്നെ മരണത്തോടു കൂടി അവസാനിക്കുന്നതാണ്. വിവാഹവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ റോളുകളും മരണത്തോടുകൂടി അത് അവസാനിക്കുന്നു. മരണാനന്തരം മനുഷ്യൻ ഒരു പുതിയ ജീവനിലേക്ക് കടക്കുകയാണ്. മരണത്തിന് മുമ്പ് അവൻ വഹിച്ചിരുന്ന റോളുകൾക്ക് മരണാനന്തര ജീവിതത്തിൽ പ്രസക്തിയില്ല. അത് തീർത്തും വ്യത്യസ്തപ്പെട്ട ഒരു തലത്തിലുള്ള ജീവിതമാണ്. അവിടെ വിവാഹം കഴിപ്പിക്കലുമില്ല. അവിടെ എല്ലാവർക്കും തന്നെ ദൈവവും ദൈവത്തിന്റെ മക്കളും ശുശ്രൂഷകളും എന്ന റോള് മാത്രമേ അവിടെയുള്ളൂ.
അതുകൊണ്ട് ഈ ലോകത്തിന്റെ മാനദണ്ഡമനുസരിച്ച് മരണാനന്തര ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാനാകുകയില്ല എന്നുള്ള ദൈവശാസ്ത്ര സമീപനം നിങ്ങൾക്ക് അറിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന രീതിയിലാണ് യേശു അവരോട് സംസാരിക്കുന്നത്. വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള യേശുവിന്റെ മറുപടി നിങ്ങൾ തന്നെ ആദരവോടുകൂടി വിശ്വസിക്കുന്ന മൂശ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വിധത്തിൽ നാം മനസ്സിലാക്കുന്നു. ഒരിക്കൽ മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചുവെന്ന്, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് മൂശ പ്രാർത്ഥിച്ചിരുന്നത്. അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും പൂർവ്വപിതാക്കന്മാരാണ്. അവർ പണ്ടേ മരിച്ചിരിക്കുന്നു. മോസസ് അവരെ വിളിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ അവരുടെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ധാരണയുടെ ധ്വനി അതിലുണ്ട്. മരിച്ചവരുടെ ദൈവത്തെ ഓർത്തല്ല മോശ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. പൂർവ്വപിതാക്കന്മാർ മരിച്ചു എന്നൊരിക്കലും അവർ ജീവിക്കുന്നു എന്നുള്ള ധാരണയാണ് മോശയ്ക്കുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് മോശയ്ക്ക് പോലും പുനരുത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിശ്വാസത്തിന്റെ പ്രകാശനമായിട്ട് നിങ്ങളുടെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള ഉത്തരങ്ങൾ കേട്ട് അവർക്കൊന്നും പറയാൻ ഇല്ലാതെ വാക്മുട്ടിപ്പോയി. യേശുവിന്റെ ഉത്തരം കേട്ട ജനങ്ങളൊക്കെ വിസ്മയം പ്രകടിപ്പിച്ചു. യേശു ആ വിവാദത്തെ സമീപിച്ച രീതി